ഹായ് ഗൈസ്, നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലത്തെ തലശ്ശേരി എന്നാണ് ഈ ഒരു വണ്ടി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ചാലക്കുടിക്ക് വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാ ആക്സറീസും ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മഹീന്ദ്ര താറിൽ പറഞ്ഞ ഒറിജിനൽ ആയിട്ട് വരുന്ന ഗ്രില്ല് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എന്തായിട്ടും ഒരുവിധം എല്ലാ താർ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഫസ്റ്റ് മാറ്റുന്നത് ഗ്രില്ല് തന്നെ ആയിരിക്കും, ബമ്പറൊന്നും അല്ലായിരിക്കും കേട്ടോ. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മളെ ഫുൾ ബ്ലാക്കിൽ ഗ്ലോസി ബ്ലാക്കിൽ വരുന്ന ഒരു ABS കോട്ടോട് വരുന്ന നമ്മളെ ഫ്രണ്ട് ഗ്രില്ലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫിറ്റ്മെന്റ് ഒക്കെ വേറെ നമുക്ക് ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോപ്പർ ഫിറ്റ്മെന്റ് ആണ്. ഇത് അഴിക്കുക, നേരെ കയറ്റി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഇത്ര ദൂരം വരാൻ കാരണം വെച്ചാൽ നമ്മുടെ വയറിങ്ങിനെ കുറിച്ച് തന്നെ ഞാൻ അതൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തൊരു സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഒരു മഹീന്ദ്ര താർ വേറെ വന്നിട്ടുണ്ട് ഇവിടെ, അതിന്റെ വയറിംഗ് എല്ലാവർക്കും ചെയ്തൊരു മഹീന്ദ്ര താർ. പക്ഷെ വയറിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ എന്തായാലും കാണാം. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ചെയ്യണത് ഇതിന്റെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളെ ബമ്പറാണ്, നോർമൽ ഫൈബറിന്റെ ബമ്പറാണ് ഇത് വരിക. അത് കാണിച്ചു തരാം. ഇതിപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ജീപ്പ് റാംഗ്ലറിന്റെ ടൈപ്പ് ബമ്പറാണ് കേട്ടോ. ABS ക്വാളിറ്റിയോട് വരുന്നതാണ്. നല്ലൊരു ഇമ്പാക്ട് വന്നാലും യാതൊരു പ്രശ്നം വരാത്ത ഒരു ബമ്പറാണ് കേട്ടോ. ഇത് നമ്മൾ കമ്പനി വന്ന ആ ഒരു ബമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് നോർമലായിട്ട് ഫൈബറാണ്, കാണാൻ ഒരു തകിടി ലുക്ക് ഉണ്ടെങ്കിലും പക്ഷെ അത് ഫൈബറാണ് കേട്ടോ. ഇത് അത്യാവശ്യം വെയിറ്റ് കളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റൂളിന്റെ മേളിൽ കയറി വെച്ചിട്ട് എടുക്കുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഞാൻ മേളിലിട്ട് കാണിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ് ജസ്റ്റ് കാണിക്കാം. ഫോഗ് ലാമ്പ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഫിറ്റ്മെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പാണ്. ഇതിന്റെ റീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3 ടൈപ്പ് വെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വാം ലൈറ്റ്, അതേപോലെ തന്നെ വൈറ്റ്, നമ്മളെ ഇത് കേട്ടോ എന്താ പറയാ യെല്ലോ ലൈറ്റ്. അപ്പൊ 3 ടൈപ്പ് വെട്ടം വരുന്ന ഒരു ഫോഗ് ലാമ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ എന്തായിട്ട് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും കാണാം. ഇതാണ് കമ്പനി വന്ന ഫോഗ് ലാമ്പ്. ഇത് നോർമൽ ആയിട്ട് വരുന്ന ഒരു ഹെലോജൻ ബൾബ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് മാറ്റാണ്ട് ഇതിൽ ബൾബ് ആഡ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ 150 വാട്ടിന്റെ ബൾബ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്, 1 ഇയർ റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ളത്. പക്ഷെ പുള്ളിക്ക് ആ ഒരു ടൈപ്പ് പ്രൊജക്ടർ ടൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഫോഗ് ലാമ്പാണ്, കുറഞ്ഞതും അവൈലബിൾ ഒക്കെ കാണട്ടോ ഇവിടെ. നമ്മുടെ ഫോഗ് ലാമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹെലോജൻ ആയിട്ട് വരുന്ന ഹെഡ് ലാമ്പാണ് ഇതിൽ ഉണ്ടായിരുന്നത്, കണ്ടില്ലേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ 60-55 വാട്ട് വരുന്ന ഒരു ബൾബ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നോർമലായിട്ട് നമ്മൾ ഇപ്പൊ ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു LED ഹെഡ് ലാമ്പ് ആക്കിയില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിരിക്കും, ബോറായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡ് ലാമ്പ് ഒരു നല്ല ക്വാളിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഇതിൽ ചെയ്യുന്നതൊക്കെ നല്ല നമ്പർ 1 ആയിട്ടുള്ള ഐറ്റം ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് വാറന്റി അടക്കമുള്ള ഒരു ഹെഡ് ലാമ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് നോർമലായിട്ട് നമുക്ക് കുറഞ്ഞ ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനനുസരിച്ച് അതിന് വാറന്റി ഉണ്ടാവില്ല, ചിലപ്പോൾ വെട്ടം കുറവായിരിക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്യണത് ഞാൻ പറഞ്ഞു ഈ ഒരു ലുക്കിലുള്ളതാണ്. അതുപോലെ തന്നെ 1 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. സർവീസ് വാറന്റി വരിക, റീപ്ലേസ്മെന്റ് വാറന്റി അല്ല. പിന്നെ ഇതിന്റെ വയറിംഗ് കിറ്റ് അടക്കമാണ് ഈ ഒരു കിറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു DRL ടൈപ്പ് ഉണ്ട് കേട്ടോ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ടൈപ്പിലാണ് കമ്പനി വന്നിട്ടുണ്ടാവുക. ഇതിൽ ഇൻഡിക്കേറ്റർ വാമാണ്, അതേപോലെ തന്നെ LED വൈറ്റ് വന്നിട്ടുണ്ട്. മാട്രിക്സ് ഒന്നല്ല, പാർക്ക് ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു LED കത്തുന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഇൻഡിക്കേറ്റർ മാട്രിക്സും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല വെട്ടറുള്ള ഒരു DRL ടൈപ്പ് സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്മോക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഒരു ലുക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് വണ്ടിയുടെ അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവത്തിൽ കിട്ടും. അപ്പൊ ഇതില് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് മാത്രമായിട്ട് ഒരു ഹെലോജൻ ടൈപ്പ് വരുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഇത് നമ്മളെ റേഡിയേറ്റർ കാർഡാണ്. നമ്മൾ ഇതേപോലത്തെ ബമ്പറും ഗ്രില്ലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടിവശം ഇത്തിരി നോർമലായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്റർകൂളറും അതേപോലെ തന്നെ റേഡിയേറ്ററിലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡാണ് ഇത്. റെഡും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ബ്ലാക്ക് ആണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആ ഒരു ബമ്പറിന്റെ അവിടെ കറക്റ്റ് ഫിറ്റ്മെന്റ് ആണ്, വേറെ നമുക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കിൽ വരുന്ന മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇനിയുള്ളത് ഉള്ളിലും ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. അപ്പൊ അതും കൂടി കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ ഇപ്പൊ ഓരോ ഐറ്റംസ് പറയുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിത് കമ്പനി ടൈലാകുമ്പോൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഹെലോജൻ ടൈപ്പ് ആണ്. അപ്പൊ പുള്ളിക്ക് ഏകദേശം ഈ ലുക്കിൽ കാര്യങ്ങളൊക്കെ വേണം എന്ന് വെച്ചാൽ LED ആവും വേണം, അത്യാവശ്യം ഭംഗി വേണം. അപ്പൊ ആ ഒരു ടൈപ്പ് ആള് സെലക്ട് ചെയ്യുന്ന ടൈലാകുമ്പോൾ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് നോർമൽ ആയിട്ടുള്ള ഐറ്റ്. ഇതിന്റെ തന്നെ 2 ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ടൈലാമ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു റിഫ്ലക്ടർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് ഡമ്മി ആയിട്ട് വരുന്ന നോർമൽ റിഫ്ലക്ടർ ആണ്. അപ്പൊ ഒരുവിധം എല്ലാ വണ്ടിക്കും ഇതേപോലത്തെ ഡമ്മി ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ഒക്കെ ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് ലൈറ്റ് LED ആക്കാൻ പറ്റും, മാട്രിക്സ് ടൈപ്പ്. അപ്പൊ നമ്മൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് റിഫ്ലക്ടർ മാറ്റിയിട്ടുള്ള. നോർമലായിട്ട് ഇതിന്റെ വയറിംഗ് ഒന്നും വന്നിട്ടില്ല, നമ്മൾ സെപ്പറേറ്റ് തന്നെ വരയ്ക്കണം.
മെയിൻ ആയിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എടുത്തു പറയുന്നതാണ്. വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ഫിറ്റ് ചെയ്യണം. ഇതൊക്കെ ഫിറ്റ്മെന്റ് ചെയ്യാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെയൊക്കെ വയറിങ് ആഡ് ചെയ്യാനാണ് ഇത്തിരി ഇതുള്ളത്. ഇപ്പൊ നോർമലായിട്ട് കൊടുത്തു പോകാനൊന്നും പറ്റില്ല. അതിന്റെ ഒരു എന്താ പറയാ കറക്റ്റ് എവിടേക്കാണ് കൊടുക്കണേന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതുള്ളത്. പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള വയറിങ് വലിക്കേണ്ടതായിട്ടുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇങ്ങനത്തെ ആക്സറീസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മഹീന്ദ്ര താർ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും നെക്സ്റ്റ് റീലിൽ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാ അവർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇനി എങ്ങനെയാ മാറ്റി ചെയ്യാൻ പോകുന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ മഹീന്ദ്ര താറിന്റെ വീലാർച്ച് കണ്ടില്ലേ, നോർമലായിട്ട് ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എലോയ്സ് എന്തായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, നല്ലൊരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായിട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതിപ്പോ നമ്മൾക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല, നാളത്തേക്ക് വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ഒരു വീലാർച്ച് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മാസ് ലുക്ക് നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീലാർച്ച് സപ്പോർട്ടർ ആയിട്ട് ഈ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒരുവിധം എല്ലാ താറിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലവരെ വിചാരിച്ചാൽ ഇത് ഫുൾ ആയിട്ടുള്ള പീസ് കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഒരു 3M ടൈപ്പിൽ ഈ സംഭവം വന്നിട്ടുള്ളത്. ഇപ്പൊ 4 വീലാർച്ചിൽ നമ്മൾ ഈ ഒരു സാധനം ആഡ് ചെയ്യട്ടോ. പിന്നെ ഒരുപാടധികം വർക്ക് ഇതിൽ പെൻഡിങ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം പുള്ളി വരുമ്പോഴേക്ക് നമുക്ക് ഇത് തീർത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ആംബിയൻസ് ലൈറ്റും അതേപോലെ തന്നെ ഉള്ളിൽ ഒരുപാട് ക്യാമറസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇതില് ഉള്ളിലേക്ക് ഇതൊക്കെ തന്നെയാണ് പുറത്ത് നമ്മൾ ചെയ്യേണ്ട മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. നമ്മൾ പറഞ്ഞു എലോയ്സും സ്പേസിലും നമ്മൾ ചെയ്യേണ്ടത്. ടയർ മാറ്റമല്ലോ, ടയർ ഈ എലോയ്സിൽ ഈ സംഭവത്തിൽ ഇങ്ങനെ ചെയ്യണത്. എലോയ്സ് മാത്രമേ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ എന്തായിട്ടും ഉള്ളിൽ ചെയ്യണ സംഭവങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഷോപ്പിൽ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് നമ്മളെ ഓഡിയോ സിസ്റ്റം ചെയ്യണത് കേട്ടോ. അപ്പോ ഇതിന്റെ കമ്പനി വന്ന നമ്മുടെ മഹീന്ദ്ര താറിന്റെ സ്പീക്കേഴ്സ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ മഹീന്ദ്ര താറിലും നമ്മൾ ഇങ്ങനത്തെ സ്പീക്കേഴ്സ് മാറ്റിയിട്ട് നമ്മളെ പ്രീമിയം സ്പീക്കേഴ്സ് ആഡ് ചെയ്യാറുണ്ട്, ക്ലാരിറ്റി കൂട്ടാന്നുള്ള ഉദ്ദേശത്തിൽ ഇടാം. നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനത്തെ കമ്പനി സ്പീക്കേഴ്സ് മാറ്റിയിട്ട് നമ്മളെ ഇതിപ്പോ ചെയ്യണത് ഒസൈലിന്റെ കോമൺ സ്പീക്കേഴ്സ് ആണ്, 2-way സ്പീക്കേഴ്സ് ആണ്. ഒരുവിധം എല്ലാ വണ്ടിയിലും നമ്മളിപ്പോ ആഡ് ചെയ്യുന്നത് ESBD പിന്നെ ഓസൈലിന്റെ സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിരിക്കും. അപ്പൊ ഈ ഒരു ഐറ്റം മാറ്റിയിട്ട് നമ്മൾ ഓസൈലിന്റെ കോമൺ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു റൂഫിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ വീഡിയോ ഒക്കെ എന്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ വർക്ക് ചെയ്യണ വീഡിയോ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്ന നമ്മളെ സ്റ്റിയറിംഗ് റാപ്പിംഗ് വന്നിട്ട് നീഡ് ഫോർ സ്പീഡിന്റെ കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കാർബൺ ഫൈബറും മാറ്റ് ഫിനിഷ് ആയിട്ട് വന്ന നല്ല ഗ്രിപ്പ് കിട്ടുന്ന ഐറ്റമാണ്, ജെല്ലി ആയിട്ട് വരുന്ന ഐറ്റം ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന് ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്, പുള്ളിക്ക് ടൈം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വർക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടുള്ളത്, പിന്നെ ദിവസം വരാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ വയറിംഗ് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഐറ്റംസിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ്. കാരണം വെച്ചാൽ അത്രയും ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് മാത്രമല്ല, ഏതൊരു വർക്കായാലും ഇവിടെ വയറിംഗ് സംബന്ധിച്ചുള്ള ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും. കാരണം അത്രയും വൃത്തിയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. ഓരോരോ പ്രോപ്പർ ആയിട്ടുള്ള എവിടേക്ക് കൊടുക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഒരു മഹീന്ദ്രന്റെ വീഡിയോ ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ ഫുൾ വർക്ക് ചെയ്തൊരു വണ്ടിയാണ്. അതിന്റെ ഓൾറെഡി വയറിംഗ് എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ കൊടുത്തതെന്നൊക്കെ ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായിട്ടും അടുത്ത റീലിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു പ്രൈസിൽ വ്യത്യാസം ഉള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ള ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എന്തായാലും വരും. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.